ഹായ് ഹലോ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, പൂക്കിക്കുട്ടിന് കിടക്കാൻ ഒരു ക്രേറ്റ് ഒരു കൂട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കിടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, കാരണം കിടക്കുമ്പോൾ വലിയൊരു സുഖം കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കിടക്കാൻ നല്ല സുഖമൊക്കെ ഓട്ടെ വെച്ചിട്ട് ഞാനൊരു റബ്ബർ മാറ്റ് വാങ്ങിച്ചു. അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് ആദ്യം ഒരു റബ്ബർ മാറ്റ് വാങ്ങിച്ചു. അത് വാങ്ങിച്ചപ്പോൾ കറക്റ്റ് സൈസൊക്കെ ആയിരുന്നു. നല്ല സുഖത്തിൽ കിടക്കുന്നുണ്ട്, നല്ലോണം ഉറങ്ങുന്നുണ്ട്, വേറെ വികൃതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്നും കൂടെ വാങ്ങിക്കാം. വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി മാറ്റി എടുക്കാമല്ലോ. കാരണം ഇപ്പം പപ്പി ആയതുകൊണ്ട് തന്നെ യൂറിനേറ്റിംഗ് ഫ്രീക്വൻസി കുറച്ച് കൂടുതലായിരിക്കും. ഒരു ഫ്രീക്വൻസി അനുസരിച്ചിട്ട് അത് മൂത്രം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്കത് എപ്പോഴും മാറ്റണം, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്മെല്ല് ചെയ്യും യൂറിൻ കിടക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ ആദ്യം ഒന്ന് വാങ്ങിച്ചു, ഒരു ബ്ലാക്ക് കളർ മാറ്റ് വാങ്ങിച്ചു. അതിൽ നല്ല ഭയങ്കര യൂസ്ഡായി കുഴപ്പമൊന്നുമില്ലാതെ ആയതുകൊണ്ട് ഞാൻ വേറൊരു മാറ്റും കൂടെ വാങ്ങിച്ചു, റെഡ് കളർ മാറ്റ്. ഇപ്പോൾ കണ്ടില്ലേ, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം രാത്രി എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്രേറ്റ് എടുത്ത് അകത്ത വെക്കുക, മീൻസ് ഹാളിൽ വെക്കും, ഒരു കോർണറിൽ വെക്കുക ചെയ്യുക. അപ്പം മാറ്റ് മാറ്റും രാത്രി. നല്ലൊരു പുതിയ മാറ്റ് വെച്ചിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ പിറ്റേന്ന് നോക്കുന്ന സമയത്ത് ഒരു കോർണർ പകുതി കാണുന്നില്ല, കുറച്ച് ഭാഗം നിലത്തൊക്കെ ഉണ്ട്, ബാക്കി കാണുന്നില്ല. അങ്ങനെ ഇപ്പം നമുക്ക് മനസ്സിലായി കുരുത്തക്കേട് കളിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായേ. അപ്പം പിറ്റേന്ന് നോക്കുന്ന സമയത്ത് ബാക്കി 3 കോർണേഴ്സും തിന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗവും നിലത്തൊന്നും കാണുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി എന്ത്, ആശാൻ തിന്നാൻ തുടങ്ങി എന്നുള്ളത്. പിന്നെ പിറ്റേന്ന് നോക്കുന്ന സമയത്ത് കുറേ വട്ടം മോശം പോകുന്നുണ്ട്, വയറ് വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. എന്തൊക്കെയോ ഇലകളൊക്കെ കഴിക്കാൻ നോക്കുന്നുണ്ട്. മോഷനിൽ നോക്കുന്ന സമയത്ത് ഈ റബ്ബറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിലെ ഡോഗ് ഇതേപോലെയാണോ? ഈ മാറ്റൊക്കെ മീൻസ് കടിച്ച് തുപ്പുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് ചവച്ച് വിഴുങ്ങിയിടുന്നുണ്ട്. അപ്പോൾ ഇവർക്കിതിന് വയറിനൊക്കെ ഭയങ്കര പ്രശ്നം വരുമല്ലോ. അപ്പോൾ ശരിക്കും അത് അധികം കഴിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പം നിങ്ങളുടെ വീട്ടിലെ ഡോഗ് എങ്ങനെയാണ്, ഇതേപോലെ കഴിക്കാറുണ്ടോ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി റബ്ബർ ബാറ്റ് ഒന്നും വേണ്ട, അതൊക്കെ കഴിച്ചിട്ട് ഇനി വയറൊക്കെ വേദനിച്ച് എന്തെങ്കിലും അസുഖമൊക്കെ വരും ഇവർക്കൊക്കെ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു മാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, വാഷബിളായിട്ടുള്ള. കുറച്ച് കിടക്കാൻ നല്ല സുഖമായിരിക്കും. ഇതിപ്പം മാറ്റില്ലാതെ കിടക്കാൻ പാവം ഭയങ്കര ബുദ്ധിമുട്ടാക്കി, ഇതൊന്നും വേദനയൊക്കെ വരും കിടക്കുമ്പം. ഒരു സർഫേസ് ഇല്ലല്ലോ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഓൺലൈനിൽ കുറേ കൈൻഡ് ഓഫ് മാറ്റ്സ് കാണുന്നുണ്ട്, കുറച്ച് നല്ല കട്ടിയുള്ളത്, അധികം കടിച്ച് കീറാൻ പറ്റാത്ത രീതിയിലുള്ള മാത്സൊക്കെ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ മാത്സൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ അവർ ഡോഗ്സ് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ജസ്റ്റ് വാഷ് ചെയ്തിടുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോഗ്സിന് ട്രെയിൻ ചെയ്ത് വെച്ചതാണോ യൂറിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് പറയണേ. അപ്പം ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇപ്പം എന്ത് കിട്ടിയാലും കഴിക്കുക, കടിച്ചു തുപ്പുമല്ല. നിലത്തത് ഒരു മിഠായിൻ്റെ കവറ് കിട്ടിയാൽ അത് എടുത്തിട്ട് വായിലിട്ടിട്ട് വിഴുങ്ങിക്കളയുക. അപ്പോൾ എപ്പോഴും ഞാൻ വായ തുറന്നിട്ട് ഇത് എടുക്കൽ എൻ്റെ പണി. എന്തെങ്കിലും ഒരു ബഡ്സ് കണ്ടാൽ അത് വായിലിടുക, എന്ത് കണ്ടാലും കടലാസ് കണ്ടാലും ഒക്കെ കഴിക്കുക. വെറുതെ കടിച്ച് മുറിച്ച് തുപ്പൊന്നുമല്ല ചെയ്യുന്നത്, അതിങ്ങനെ വിഴുങ്ങിയിടുന്നുണ്ട്. അപ്പോൾ പിറ്റേന്നൊക്കെ നോക്കുന്ന സമയത്ത് പുറത്ത് പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇലകൾ തിന്നുകൊണ്ടിരിക്കുക. നോർമലി വയറ് വേദനിക്കുന്ന സമയത്ത് ഈ പുല്ല് ഇലകളൊക്കെ കഴിക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പം എനിക്ക് തോന്നുന്നു ഈടെയായിട്ട് കുറച്ച് വയറൊക്കെ അസ്വസ്ഥമായിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു, ഇത് ഓരോ സാധനം തിന്നിട്ടിട്ടെ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. വേണ്ടാത്ത എല്ലാ സാധനങ്ങളും, പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പിന്ന് പൂക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ എടുത്ത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇനി മറ്റേ മാറ്റ് വെച്ചിട്ട് നോക്കണം, പുതിയ മാറ്റിൽ എങ്ങനെയാണ് ആൾ കിടക്കുന്നുണ്ടോ എന്താണെന്നൊക്കെ ഉള്ളത്. അതുപോലെ ഈ ഡോഗ്സിന് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് കിടക്കാൻ ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര ഒരു ചെറിയൊരു ഗുഹ പോലത്തെ സെറ്റപ്പിൽ കിടക്കാനാണ് അത്ര ഇവർക്ക് ഇഷ്ടം. അപ്പം കൂട്ടിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് സ്പേസിൽ കിടക്കാൻ ഇവർ കുറച്ച് ഭയങ്കര കംഫർട്ടബിൾ ആകുമ്പോൾ തോന്നുന്നു. അപ്പം അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.